ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ചക്കയും പുഡിങ്ങുമാണ്. ചക്ക കുട്ടിക്കാലം മുതലേ എനിക്ക് വരിക്കച്ചക്ക ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് നമ്മളൊരു നാട്ടിൻപുറത്തുകാരാണല്ലോ. അപ്പോൾ വീട്ടിലൊക്കെ ചക്കയ്ക്കും മാങ്ങയ്ക്കും ഒന്നും അൽഹംദുലില്ലാ ഒരു കുറവും ഉണ്ടായിരുന്നില്ല ഈ ചക്കക്കാലവും മാങ്ങക്കാലവും ഒക്കെ ആ ഒരു ടൈമും. അപ്പോൾ ഇത്തവണ സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് വരിക്കച്ചക്ക എത്തിയില്ലായിരുന്നു. വാപ്പാടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ചക്ക കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് എനിക്കും കൂടെ അവിടെ അതിൻ്റെ ഒരു വീതം എത്തിയിരുന്നു. അതായത് എൻ്റെ മാമിയുടെ വീട്ടിൽ നിന്ന്. പക്ഷേ ഇത്തവണ വീട്ടിലുണ്ടായ ചക്ക ഇപ്പോഴാണ് എനിക്കിങ്ങോട്ട് കിട്ടിയത്. അപ്പോൾ എന്തായാലും നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ, നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ വീട്ടിൽ നിന്ന് എത്തിക്കുമ്പോൾ അത് കാണുമ്പോഴും കഴിക്കുമ്പോഴും ഒക്കെ അതിനൊക്കെ ഒരു പ്രത്യേക സന്തോഷമാണ്. എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലൊക്കെയാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ഇവിടെ എത്തുമ്പോൾ. അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. വാപ്പ പാവം കഷ്ടപ്പെട്ട് ചാക്കിൽ കെട്ടിച്ചമന്ന് കൊണ്ടുവന്നതാണ് ഈ ചക്ക. അപ്പോൾ കുറച്ച് ഭാഗം നീറിപ്പോയായിരുന്നു, കുറച്ചേ പോയിട്ടുള്ളൂ, ബാക്കി ഓൾമോസ്റ്റ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. നല്ല ടേസ്റ്റായിരുന്നു. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, വരിക്കച്ചക്കയൊക്കെ എഴുതി കാണിച്ചാൽ മതി, നമുക്ക് വലിയ ഇഷ്ടമാണ്. അങ്ങനെ കുറച്ചൊക്കെ ഇറുത്ത് പാത്രത്തിലിട്ടു. അതിൻ്റെ പകുതി ഭാഗം മാറ്റി വെച്ചു, നാളെ കഴിക്കാം എന്ന് കരുതി മാറ്റി വെച്ചൊക്കെയാണ്. നമ്മൾ മൂന്നുപേരും കൂടി കഴിച്ചാൽ തീരില്ല, അത്രയ്ക്കും ചക്ക ഉണ്ടായിരുന്നു. പിന്നെ വരിക്കച്ചക്ക ആയതുകൊണ്ട് തന്നെ നാളെയും കൂടി കഴിക്കാമെന്ന് വെച്ച് മാറ്റി വെച്ച്, ആർക്കും കൊടുക്കാനും തോന്നിയില്ല. നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കിട്ടുമ്പോൾ നാളത്തേക്കും കൂടി കഴിക്കാം എന്ന് കരുതി മാറ്റി വയ്ക്കും. എല്ലാം അങ്ങനെ അല്ലെങ്കിലും അത്രയും ഇഷ്ടമുള്ള സാധനങ്ങൾ നമ്മൾ അങ്ങനെ ചെയ്യില്ലേ, എല്ലാവരും ചെയ്യില്ലേ, അങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്ന മനസ്സുണ്ട്. എന്നാലും ഏറെക്കുറെ ഇഷ്ടപ്പെട്ട ഒരു സാധനം നമ്മൾ പിറ്റേന്നും കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മളൊന്ന് മാറ്റി വയ്ക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു വൈകിട്ടൊക്കെ ആയപ്പോഴേക്കും എൻ്റെ ഐശുട്ടിക്ക് ഒരു മോഹം, പുഡിങ് ഉണ്ടാക്കിയാലോ എന്ന്. അങ്ങനെ അവൾ തന്നെ തയ്യാറാക്കിയതാണ് ഈ പുഡിങ്. ചോക്ലേറ്റ് ഫില്ലിംഗ് ഒക്കെ അവളുടെ തന്നെ കണ്ടുപിടുത്തമാണ്. കുഴപ്പമില്ല കേട്ടോ, തരക്കേടില്ല എന്ന് പറയാം. ഇങ്ങനെ ബ്രെഡ് നിരത്തുന്നു, അതിൻ്റെ മുകളിൽ കുറച്ച് മധുരമുള്ള പാല് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നു. സിറപ്പ്, നമ്മളിൽ ഷുഗർ സിറപ്പ് ഒഴിക്കുന്ന പോലെ ബ്രെഡിൻ്റെ മുകളിൽ പാലൊഴിക്കുന്നു. പാലൊഴിക്കുമ്പോൾ ഒന്ന് കോരുമല്ലോ, പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഈ ചോക്ലേറ്റ് ഫില്ലിങ് ഇട്ട് കൊടുക്കുകയാണ്. അവളിവിടെ ചോക്ലേറ്റ് ഫില്ലിങ്ങിനായിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ ചോക്ലേറ്റ് സിറപ്പുണ്ടല്ലോ, സിറപ്പും പിന്നെ അതിൽ തന്നെ എന്തോ കോൺഫ്ലോറും ഒരിച്ചിരി മൈദയൊക്കെ ചേർത്തിട്ട് അങ്ങനെയാണ് റെഡിയാക്കി വയ്ക്കുന്നത്. അത് ഭയങ്കര ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര അഭിപ്രായം ഇല്ല. ഭയങ്കര ഡിലീഷ്യസ് ആണോ എന്ന് ചോദിച്ചാലും വലിയ സംഭവം എന്ന് പറയാനായിട്ടില്ല. പക്ഷേ നമുക്ക് അത്യാവശ്യം വല്ലപ്പോഴൊക്കെ ഇഷ്ടത്തിന് കഴിക്കാനായിട്ടൊക്കെ അത് ഓക്കെയാണ്, ജസ്റ്റ് ഓക്കെ ആയിട്ടുള്ളൊരു പുഡിങ് എന്നേ പറയാൻ പറ്റുള്ളൂ. കൊള്ളാം, കുഴപ്പമില്ല. എന്തായാലും മോളൂട്ടി വളരെ സന്തോഷത്തോടെ അവൾ ഉണ്ടാക്കിയതാണല്ലോ. അപ്പോൾ കുട്ടികൾ വളരെ ആവേശത്തോടെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ പരമാവധി അവരെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ചെയ്യണം. അപ്പോൾ അവളെ ഞാൻ കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് അവൾ കൂടെ ഇങ്ങനെ കേക്ക്, പുഡിങ് അതൊക്കെ അവൾ റെഡിയാക്കുന്നുണ്ട്. ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് സമയവും കിട്ടുന്നുണ്ട്. അപ്പോൾ അവൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ അവളുടെ തന്നെ പുഡിങ്ങാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് ബദാമും കൂടെയൊക്കെ പൊടിച്ച് ഡെക്കറേറ്റ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് ഒരു 4 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു. അതിന് ശേഷം എടുത്ത് കഴിച്ചു. ഭയങ്കര സംഭവം എന്ന് പറയാനില്ലെങ്കിലും ജസ്റ്റ് ഓക്കെ ആയിട്ടുള്ളൊരു പുഡിങ് ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിലൂടെയുള്ള എൻ്റെ ചെറിയ വിശേഷങ്ങൾ. അപ്പോൾ മറ്റു വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഈ കുറച്ച് സമയം എനിക്ക് വേണ്ടിയിട്ട് കാതോർത്ത എല്ലാവർക്കും എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്, അസ്സലാമു അലൈക്കും.